1997 ഗുരു എന്ന് പറയുന്ന സിനിമ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ ഒരു സിനിമയാണ്. അതിൽ മോഹൻലാലിൻ്റെ ഒക്കെ അഭിനയത്തെ ഒരുപാട് പ്രശംസയൊക്കെ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? ഗുരു രാജീവ് അഞ്ചൽ ഡയറക്റ്റ് ചെയ്തതാണ്. രാജീവ് അഞ്ചൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കലാസംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ സംരംഭമാണ് ഗുരു എന്ന് പറയുന്നത്. അതിലെ കലാസംവിധായകൻ മുത്തുരാജ് എന്ന് പറഞ്ഞൊരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം രാജീവ് അഞ്ചലിനും കൂടെ വർക്ക് ചെയ്ത മുത്തുരാജാണ് അതിൻ്റെ കലാസംവിധായകൻ. അത് ഷൂട്ട് ചെയ്ത് സേലത്തൊരു പ്രത്യേക ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്താണ്. മണ്ണെടുക്കുന്നൊരു ഏരിയ അത് സേലത്ത്. അത് അങ്ങനത്തെ ഒരു ലോകമാക്കി മാറ്റുകയാണ് ചെയ്തത്. അന്ധന്മാരുടെ ഒരു ലോകം. ആരും ഈ കനവിൽ മാത്രം സ്വപ്നങ്ങളിൽ മാത്രം കണ്ടുപോകുന്ന ഒരു ഭൂപ്രദേശമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. അതിലുണ്ടാകുന്ന മനുഷ്യർ, അന്ധരായ മനുഷ്യരെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്. കഥ ആദ്യത്തെ ഇന്ത്യയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ഓസ്കാറിന് സെലക്ട് ചെയ്ത ഇന്ത്യൻ സിനിമയാണത് ഗുരു എന്ന് പറഞ്ഞ പടം. അതിൽ പല സീക്വൻസുകളും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. 500-ഓളം ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം പ്രത്യേക രീതിയിലുള്ളൊരു മേക്കപ്പ് കൊടുക്കേണ്ടി. ഒന്ന് ആ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേക്കപ്പാണ്. അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ്യൂം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ കളറ് അതൊക്കെ നിരവധി ആളുകളെ നമ്മൾ ഒരേ സമയം റെഡിയാക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ സംരംഭമായിരുന്നു അത് ഗുരു എന്ന് പറഞ്ഞ സിനിമ. ഗുരുവിന് സംസ്ഥാന അവാർഡ് കിട്ടി. പക്ഷെ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് മലയാള സിനിമയ്ക്ക് അന്ന് വരെ മേക്കപ്പിന് അവാർഡില്ലായിരുന്നു. മേക്കപ്പിന് അവാർഡ് CM ആയിരുന്ന കരുണാകരൻ സാറുള്ളപ്പോഴായിരുന്നു ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ അവാർഡ് ആധാരം എന്ന് പറഞ്ഞ സിനിമക്കാണ്. കിത്തു ഡയറക്റ്റ് ചെയ്ത ആധാരം എന്ന് പറഞ്ഞ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള പടം ഇത് ഏകദേശം 8-9 സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അവസാനം